ഷാലോം ടെലിവിഷനിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി മിറർ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡെയിലി മിററിൻ്റെ വിവിധ എപ്പിസോഡുകളിലായി പല പ്രാവശ്യം നമ്മൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം സ്വാധീനിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് പരിചിന്തനം ചെയ്യുകയുണ്ടായി. ഇന്നും നമ്മൾ അതുപോലെ തന്നെ ചില ദൈവവചനങ്ങളെടുത്ത് പരിചിന്തിക്കുകയാണ്. ദൈവഭക്തൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യത്തെ എടുത്ത് നമ്മൾ പരിചിന്തനം ചെയ്യുന്നത്. ആരാണ് ദൈവഭക്തൻ എന്നുള്ളതിന് സുഭാഷിതങ്ങൾ കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. തിന്മയെ വെറുക്കുന്നവനാണ് ദൈവഭക്തൻ. ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ്. ഏത് തരത്തിലുള്ള തിന്മയായാലും അതിനെയെല്ലാം വെറുക്കുന്ന, അത് ചെയ്യാതിരിക്കുന്ന, അതിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പ്രവൃത്തികൾ ദൈവഭക്തിയാണ്. ഇനി ഇപ്രകാരമുള്ള ദൈവഭക്തൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് സങ്കീർത്തനങ്ങൾ 112 സങ്കീർത്തനം പറയുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ദൈവഭക്തൻ, ആ ഭക്തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. അവൻ ശത്രുക്കളുടെ പരാജയം കാണും. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു, പല്ലിറുമുന്നു. അവൻ്റെ ഉള്ളുരുകുന്നു. ദുഷ്ടൻ്റെ ആഗ്രഹം നിഷ്ഫലമാകും. ദൈവഭക്തനെക്കുറിച്ച് സങ്കീർത്തനം പറയുന്ന കാര്യങ്ങളാണിത്. എന്തെല്ലാം സംഭവിച്ചാലും ദൈവം തന്നോടുകൂടിയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നൊരു വ്യക്തി. ജോബിനെക്കുറിച്ച് നമുക്കറിയാം. ജോബ് വാസ്തവത്തിൽ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമുക്കറിയാം, ജോബിനെ ദൈവം പരീക്ഷിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ടു. എല്ലാവരും ജോബിനെ കുറ്റം പറഞ്ഞു. പക്ഷേ ജോബ് ഒരിക്കലും തിന്മ ചെയ്യാൻ മനസ്സ് കാണിച്ചില്ല. ദൈവത്തെ ഉപേക്ഷിക്കാനൊക്കെ കൂട്ടുകാരും ഭാര്യയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജോബ് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ: ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന് നാമമഹത്വം ഉള്ളതാവട്ടെ. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. ഈ ഒരു മനോഭാവം, ഇത് ദൈവഭക്തൻ്റെ മനോഭാവമാണ്. തിന്മയെ വെറുക്കുകയും നന്മയെ, ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവമാണിത്. ഇവിടെ പറയുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ പിൻതലമുറകളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവഭക്തി ഉണ്ടാവുക, തിന്മയെ വെറുക്കുക. തിന്മയെ വെറുക്കുന്നവരുടെ, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പിൻതലമുറകൾ അവർ ഭൂമിയിൽ പ്രബലരാകുമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക,
അവർ വലിയ ഭൗതികമായ ശക്തിയുള്ളവരാകും. സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങളിലൂടെയൊക്കെ വലിയ പ്രാബല്യം നേടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവർ ഭൂമിയിൽ പ്രബലരാകുമെന്ന് പറഞ്ഞാൽ അർത്ഥം മറ്റൊന്നുമല്ല. അവർ ദൈവത്തിന് വേണ്ടപ്പെട്ടവരായി അറിയപ്പെടും, ദൈവത്തിൻ്റെ മനുഷ്യരായവർ അറിയപ്പെടും. ദൈവം തന്നോടുകൂടി ഉണ്ടെങ്കിൽ പിന്നെ ആരെ ഞാൻ ഭയപ്പെടേണ്ടത്? പൗലോസ് ചോദിക്കുന്നില്ല, ആര് ബലവാനല്ലാതാകുമ്പോഴാണ് ഞാൻ ബലവാനാകുന്നത്? ദൈവം എന്നോടുകൂടി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ബലവാനാണ്. അപ്പോൾ ഇവർ ഭൂമിയിൽ പ്രബലരാകുമെന്ന് പറഞ്ഞ അർത്ഥം അത് മറ്റൊന്നുമല്ല. ഈ ദൈവഭക്തരുടെ പിൻതലമുറകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവികമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിത്തീരും. അങ്ങനെ അവർ പ്രബലരായിത്തീരുന്നത്. ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും. യുദ്ധത്തിൽ ജയിക്കാനായിട്ട് ഇസ്രായേൽ ജനത്തിന് ആവശ്യമായിരുന്നത് പട്ടാളമല്ല. എപ്പോഴൊക്കെ അവർ പട്ടാളത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ തോറ്റുപോയിട്ടുണ്ട്. നേരെ മറിച്ച് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ എപ്പോഴും യുദ്ധത്തിൽ ജയിച്ചു. ഈ തരത്തിലുള്ള പ്രാബല്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവഭയം, ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരുടെ പിൻതലമുറകൾ ഈ രീതിയിൽ ഭൂമിയിൽ പ്രബലരാകും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി അവർ മുന്നോട്ട് പോകും. ഇനി അങ്ങനെയുള്ള മനുഷ്യർക്കാണ് യഥാർത്ഥത്തിൽ ഈ നിത്യജീവൻ്റെ സ്വർഗീയമായ സന്തോഷം ഉണ്ടാവുക. അനർത്ഥങ്ങൾ ഉണ്ടായെന്ന് വരാം, രോഗങ്ങൾ ഉണ്ടായെന്ന് വരാം, സാമ്പത്തികമായ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ആനന്ദം, ആ ആനന്ദം അനുഭവിക്കുന്നത് ഈ ദൈവഭക്തൻ്റെ മക്കളാണ്, പിൻതലമുറക്കാരാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഇതൊരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്. എന്താ മുന്നറിയിപ്പ്? നിങ്ങളുടെ മക്കൾ ഈ ഭൂമിയിൽ പ്രബലരാകണമോ, ദൈവത്തോട് ചേർന്ന് നിൽക്കണമോ, സ്വർഗീയമായ അനുഭവമുള്ളവരാകണമോ, നിങ്ങളും അതുപോലെ ആകുക. നിങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ബാക്കി ദൈവം തന്നെ കാത്തുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ പിൻതലമുറകൾ ദൈവം കാത്തുകൊള്ളും. അവർ ഈ ഭൂമിയിൽ പ്രബലരായി മാറും. നേരെ മറിച്ച് സമ്പത്തിലാണ് നമ്മുടെ ആശ്രയം വയ്ക്കുന്നതെങ്കിൽ സമ്പത്തിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ മക്കൾക്ക് ആ തരത്തിലുള്ളൊരു ഭാവിയേ ഉണ്ടാവുകയുള്ളൂ. അവർ സമ്പത്തിൽ ആശ്രയം വെച്ചു, കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ സമ്പത്ത് നശിച്ചു പോകും, അതോടെ അവരുടെ ഭാവിയും ഇല്ലാതാകും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് സംഭരിച്ചു വയ്ക്കേണ്ടത് പണമല്ല, പ്രത്യുത ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സ്, ആ മനസ്സുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നു ചേർന്നുകൊള്ളും. അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക ആദ്യം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതോട് കൂട്ടി ചേർത്ത് തരും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഭൂമിയിൽ ആര് പ്രബലരാകും എന്നുള്ളതിന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശാലോം ടെലിവിഷൻ്റെ സംവിധാനങ്ങൾ തന്നെ മതി. ഇവരാരും പണത്തിലൊന്നും ആശ്രയിക്കുന്നവരല്ല. ഇത് സ്ഥാപിച്ചവരാരും പണത്തിൽ ആശ്രയിച്ച് തുടങ്ങിയവരല്ല, ഇന്നുമല്ല. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, തിന്മയെ വെറുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ശാലോം ടെലിവിഷൻ്റെ ഈ ലോകത്തിലുള്ള സ്വാധീനം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്തുണ്ടായിട്ടാണ് ഇത് നടന്നു പോകുന്നത്? മറ്റൊന്നുമല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം കിട്ടും. ഇതിനു വേണ്ടി വരുന്ന ചെലവുകൾ എവിടെ നിന്ന് കിട്ടുന്നു? ഡിപ്പോസിറ്റൊന്നുമില്ല, അതെല്ലാം മറ്റുള്ളവർ കൊടുക്കുന്നതാണ്. സന്തോഷത്തോടു കൂടിയിട്ട്, സ്വതന്ത്രമായ മനസ്സോടുകൂടി, യാതൊരു സമ്മർദ്ദവും കൂടാതെ കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രയും കൊടുക്കാൻ മനസ്സാകുന്നതുകൊണ്ടാണ് മനോഹരമായിട്ട് ഈ ചാനൽ നടന്നു പോകുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല, അവരുടെ പിൻതലമുറകളെയും കൈവിടുകയില്ല. അവരോട് കൂടി ചേർന്ന് തന്നെ ദൈവം നിൽക്കും. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. സത്യസന്ധരായിട്ട് ജീവിക്കുന്നവരുടെ പിൻതലമുറകൾ അനുഗ്രഹീതമാകും. മറ്റു വാക്കുകൾ പറഞ്ഞാൽ, ഇല്ലാതെ ജീവിക്കുന്നവരുടെ പിൻതലമുറ അനുഗ്രഹിക്കപ്പെടുകയില്ല. നമുക്കിന്ന് നുണ പറഞ്ഞ് കുറേ സമ്പാദിക്കാൻ പറ്റുമായിരിക്കാം, കള്ളത്തരം കാണിച്ച്
കുറേ സമ്പാദിക്കാൻ പറ്റുമായിരിക്കാം. കൈക്കൂലി വാങ്ങിച്ച് കൈക്കൂലി കൊടുത്ത് കുറേ സമ്പാദിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അവരുടെ പിൻതലമുറ അനുഗ്രഹീതമാവുകയില്ല. കൈക്കൂലിയെക്കുറിച്ച് പലപ്പോഴും ഞാൻ ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കച്ചവടത്തിലെ കള്ളത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഭാരതം കൈക്കൂലിയുടെ നാടായിട്ട് അറിയപ്പെടുന്നത്. ഈ കൈക്കൂലി വാങ്ങുന്നവരുടെ മക്കൾ ശരിയാവണ്ണം അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നുണ്ടോ? നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ കാണാം, ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതേ സമയത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് സംതൃപ്തരായിട്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ മക്കൾ എന്നും സമാധാനത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഭൂമിയിൽ ജീവിക്കും. എനിക്കറിയാവുന്ന അമേരിക്കയിൽ അറിയാവുന്ന ഒരു വൈദികനുണ്ട്. ആ വൈദികൻ്റെ കുടുംബം വലിയൊരു മില്യണയറല്ല, ബില്യണയറാണ്. പക്ഷേ ഈ വൈദികൻ വളരെ ഒരു ദരിദ്രമായ ജീവിതം നയിക്കുന്ന ആളാണ്. അതിൻ്റെ സമ്പത്തിൻ്റെ പ്രൗഢിയൊന്നും അയാൾ കാണിക്കാറില്ല. ഈ മനുഷ്യൻ എന്നോടൊരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരി 7 പ്രാവശ്യം കല്യാണം കഴിച്ചു. ഇപ്പോഴൊരു ഭർത്താവും ഇല്ല, കൂടെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ചിന്തിച്ച് നോക്കുക, പണമുണ്ടായിരുന്നു, പക്ഷേ ഈ തലമുറയ്ക്ക് അത് വേണ്ടവണ്ണം അനുഭവിക്കാൻ കഴിയുന്നില്ല, സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരുപക്ഷെ സത്യസന്ധമല്ലാത്ത രീതിയിൽ മുൻതലമുറ പെരുമാറിക്കാണാം. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും, അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധം. ഈ സമൃദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഭൗതികമായൊരു സമൃദ്ധിയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഭൗതികമായ സമ്പത്ത്, വലിയ കൊട്ടാര സദൃശമായ വീട്, അതൊക്കെ വാഹനങ്ങൾ. പക്ഷെ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുക. അവരുടെ ഭവനം സമ്പൽ സമൃദ്ധമാകും എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. ഈ സമ്പത്തും സമൃദ്ധിയും എന്ന് പറയുന്നത് കേവലം പണത്തിലും ഭൗതികമായ വസ്തുക്കളിലും ഒതുങ്ങി നിൽക്കുന്നതല്ല. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവൻ്റെ നീതി. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. ഈ അന്ധകാരത്തിൽ നടക്കുമ്പോൾ എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയാണ്. പക്ഷേ ഈ പരമാർത്ഥ ഹൃദയത്തിന്, സത്യസന്ധമായ ഹൃദയമുള്ളവന് എപ്പോഴും ഒരു മാർഗം കാണിച്ചു കിട്ടും. ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം അത് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ പെരുമാറാൻ കഴിഞ്ഞാൽ ഒരിക്കലും ഇരുട്ടിൽ തപ്പിത്തടയേണ്ടി വരില്ല എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരം ഈ പരമാർത്ഥ ഹൃദയരായി ജീവിക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. ഇങ്ങനെയുള്ള പരമാർത്ഥ ഹൃദയർ അവർ ഉദാരമതികളായിരിക്കും, കാരുണ്യമുള്ളവരായിരിക്കും, നീതിനിഷ്ഠരായിരിക്കും, ഉദാരമായി വായ്പ കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ പരമാർത്ഥ ഹൃദയർ എന്ന് പറയുന്നതിന് ഒരു നിർവചനം കൊടുക്കുകയാണ്, ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. എന്താ ഈ പരമാർത്ഥ ഹൃദയൻ? ഹൃദയത്തിൽ സത്യം പറയുന്നത് മാത്രമല്ല, അതിലുപരിയായിട്ട് അവർ ഉദാരമതികളായിരിക്കും കൊടുക്കുന്നതിൽ. അത് പണം മാത്രമല്ല, അവരുടെ സമയമായിരിക്കാം, കഴിവുകളായിരിക്കാം, അതിലൊക്കെ അവർ ഉദാരമതികളാണ്. ഉദാഹരണത്തിന് ഒരു എൻജിനീയർ, അയാൾ ഉദാരമതിയാണെങ്കിൽ തൻ്റെ എൻജിനീയറിംഗ് കഴിവുകൾ ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാൻ തയ്യാറാകും. സാമ്പത്തിക നേട്ടമില്ലാതെ അയാൾ പരമാർത്ഥ ഹൃദയനാണ്. അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിനുള്ള കഴിവുകൾ, പഠിപ്പിക്കാനുള്ള കഴിവുകൾ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കും, പങ്കുവയ്ക്കും. അദ്ദേഹം പരമാർത്ഥ ഹൃദയനാണ്. അങ്ങനെ പരമാർത്ഥ ഹൃദയർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവർ ഉദാരമതികളാണ്, കാരുണ്യവാനാണ്, കരുണയുള്ളവരായിരിക്കും. കരുണ എന്ന് പറയുന്നത് എന്താണ്? കരുണ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ എന്തുമാകട്ടെ
നമുക്കിങ്ങോട്ട് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള വ്യക്തികൾ, അവരാണ് ഈ കരുണയുള്ളവർ. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമോ കിട്ടുകയില്ല, അത് വേറെ പ്രശ്നം. അത് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. നീതിനിഷ്ഠരായിരിക്കും. നീതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നവനായി മാറും. ഉദാരമായി വായ്പ കൊടുക്കും. മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ അവർ തയ്യാറാകും. നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. വീണ്ടും പറയുന്നത് തന്നെയാണ്, നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന്. നീതിയോടെ വ്യാപരിക്കുന്നത് ദൈവികമായ ഒരു ചിന്തയോടുകൂടി ദൈവത്തെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അവർക്കെപ്പോഴും നന്മ കൈവരും. നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല, അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ആരുടെ സ്മരണയാണ് വാസ്തവത്തിൽ സമൂഹത്തിൽ ദീർഘകാലം നിലനിൽക്കുക? അത് വലിയ സമ്പന്നരുടെ ഒന്നുമല്ല. നേരെ മറിച്ച് ഇപ്രകാരം പരമാർത്ഥ ഹൃദയരായി ജീവിച്ചവർ, നീതിയോടെ ജീവിച്ചവർ, ദൈവവിശ്വാസത്തിൽ ജീവിച്ചവർ, അവരുടെയൊക്കെ ഓർമ്മ നിലനിൽക്കും മനുഷ്യൻ്റെ ഹൃദയത്തിൽ. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ മോണ്യുമെൻറ്റ്സ്, അവരുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് വരാം. പക്ഷേ അവരുടെ ഓർമ്മകളൊന്നും ഒരുപക്ഷെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കണമെന്നില്ല. മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് ഈ കാരുണ്യവും നീതിനിഷ്ഠയും ഉദാരതയും പരമാർത്ഥ ഹൃദയമൊക്കെയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവർ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവർ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. ദുർവാർത്തകൾ അതൊന്നും അവർക്ക് പേടിയില്ല. ചില മനുഷ്യരുണ്ട്, അവർക്ക് എപ്പോഴും പേടിയാണ്. എന്തോ ഒരു അശ്രീകരം സംഭവിക്കാൻ പോകുന്നു ഞങ്ങൾക്ക്, ഏത് സമയം പേടിയാണ്. പക്ഷേ ഒരു പരമാർത്ഥ ഹൃദയനായ നീതിനിഷ്ഠനായ കാരുണ്യവാനായ ഒരു ദൈവഭക്തന് ഒരിക്കലും അങ്ങനെയുള്ളൊരു ചിന്തയേ ഉണ്ടാവുകയില്ല. ദുർവാർത്തകളെ ഒന്നും അവൻ ഭയമേ ഇല്ല. എന്ത് സംഭവിക്കട്ടെ, ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തിനത് പേടിക്കുന്ന കാര്യമില്ലല്ലോ. പേടിക്കാതെ മുന്നോട്ട് പോകാൻ അവന് കഴിയുന്നു. അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സമാധാനമുണ്ടാകും. ചിലർക്ക് നമുക്കറിയാമല്ലോ, മക്കൾ വല്ലയിടത്തും പോയി കഴിഞ്ഞ് വേവലാതിയാണ്. അവർക്ക് വല്ലതും പറ്റിയോ, വണ്ടി മാറി കയറിപ്പോയോ, എന്താ പറ്റിയത്? പക്ഷേ ഈ നീതിമാന് ഒരിക്കലും ദുർവാർത്തകളെയൊന്നും യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. ഈ നീതിനിഷ്ഠൻ്റെ, കരുണ ഉള്ളവൻ്റെ, ഉദാരമതിയുടെ, പരമാർത്ഥ ഹൃദയൻ്റെ, അവൻ്റെ ഹൃദയം അചഞ്ചലമാണ്, ചഞ്ചലിക്കാത്തതാണ്, ഇളക്കമില്ലാത്തതാണ്. കാരണം എന്താണ്? അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലാണ് അവൻ്റെ ആശ്രയം. എന്തെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണ്. എൻ്റെ ദൈവം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്കെന്താ പ്രയോജനം? എൻ്റെ പഠനം കൊണ്ട് എന്താ പ്രയോജനം? എൻ്റെ സ്ഥാനമാനം കൊണ്ട് എനിക്കെന്താ പ്രയോജനം? ദൈവം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ. അപ്പോൾ ഈ പരമാർത്ഥ ഹൃദയനോടുകൂടി ദൈവം എപ്പോഴുമുണ്ട്. അവൻ ശത്രുക്കളുടെ പരാജയം കാണും. അവൻ ദരിദ്രർക്ക് ഉദാനമായി ദാനം ചെയ്യുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏത് സമൂഹത്തിലും അഭിമാനത്തോടു കൂടിയിട്ട് ശിരസ്സുയർത്തി നിൽക്കാൻ പറ്റും. നമ്മൾ ഉദാരമതികളായി സംഭാവന കൊടുക്കുന്നവരാണെങ്കിൽ, പരമാർത്ഥ ഹൃദയരാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ, തിന്മയെ വെറുക്കുന്നവരാണെങ്കിൽ നമുക്കെന്താ പേടിക്കാനുള്ളത്? ഏത് സമൂഹത്തിൽ നമുക്ക് ശിരസ്സുയർത്തി നിൽക്കാൻ കഴിയും? ആരുടെ മുമ്പിലും പറയാൻ കഴിയും, ആർക്ക് എൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ കഴിയും? കർത്താവ് ചോദിച്ചു, ആർക്ക് എൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ കഴിയും? അതുപോലെ നമുക്ക് സമൂഹത്തിൽ ചോദിക്കാൻ കഴിയുക, ആർക്ക് എൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ കഴിയും? ആരോപിക്കുന്നവരുണ്ടാകും, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. ആരോപണങ്ങൾ ഒരുപാടുണ്ടായെന്ന് വരും. അപ്പോൾ ഇപ്രകാരം അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു, പല്ലിറുമുന്നു, അവൻ്റെ ഉള്ളുരുകുന്നു. എന്നാൽ ദുഷ്ടൻ്റെ ആഗ്രഹം നിഷ്ഫലമാകും. ഇത് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. ഈ ദുഷ്ടൻ എപ്പോഴും അസൂയയോടെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുക.
ദൈവഭക്തൻ്റെ തിന്മയെ വെറുക്കുന്നവൻ്റെ യശസ്സ്, അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കുമ്പോൾ ദുഷ്ടൻ പല്ലുറുമുന്നു, അവന് ഞാൻ വെറുതെ വിടില്ല. പിന്നെ ഈ പരമാർത്ഥ ഹൃദയൻ അല്ലെ ദൈവഭക്തനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക. ഇത് നമ്മുടെ സമൂഹത്തിൽ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ പേടിപ്പിച്ചൊന്നും നേടാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മാനങ്ങൾ കൊടുത്ത് നേടാൻ പറ്റുകയില്ല, പേടിപ്പിച്ച് നടത്താൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവരെ ഇട്ട് പീഡിപ്പിക്കാൻ തുടങ്ങും. അവൻ പല്ലിറുമും, അവൻ്റെ ഉള്ളുരുകുന്നു, പക്ഷേ അവൻ ആഗ്രഹിക്കൊന്നും നടപ്പാകുകയില്ല. എന്തെല്ലാം ചെയ്താലും ദൈവം കൂടെയുള്ളത് കൊണ്ട് ഈ ദൈവഭക്തന് ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ നമ്മുടെ സന്തോഷം എവിടെയായിരിക്കണം? ദൈവഭക്തൻ ആണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം എവിടെയായിരിക്കണം എന്ന് വചനം നമ്മോട് പറയുകയാണ്. നമ്മൾ കേവലം നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ദൈവാലയത്തിൽ എല്ലാ ദിവസവും പോയിക്കൊണ്ടോ, അല്ലെങ്കിൽ കൊടുക്കാനുള്ള വിഹിതം കൊടുത്തുകൊണ്ടോ, അതൊക്കെ വേണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ ദൈവഭക്തിയുടെ അടയാളം എന്ന് പറയുന്നത്. ദൈവഭക്തിയുടെ അടയാളം ഈ പറഞ്ഞതൊക്കെയാണ്. അത് നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ കാണും, നമ്മുടെ സംസാരത്തിലുണ്ടാകും, നമ്മുടെ മനോഭാവത്തിലുണ്ടാകും. അങ്ങനെയുള്ള ദൈവഭക്തർക്കാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം ദൈവം വാഗ്ദാനം ചെയ്യുന്നത്, ആനന്ദം ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. സുവിശേഷത്തിൻ്റെ ആനന്ദമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ വിളിക്കും. സുവിശേഷത്തിൻ്റെ ആനന്ദം, കർത്താവിൻ്റെ സുവിശേഷമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആന്തരികമായ ഒരു സമാധാനം, ഒരു ശാന്തി, ഒരു സ്വസ്ഥത, അതിനെയാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് വിളിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആനന്ദമുള്ള വ്യക്തികൾ, ദൈവഭക്തർക്ക് അതുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആനന്ദമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കേണ്ടതെന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ സമാധാനമില്ലെങ്കിൽ, ശാന്തിയില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതായ സമാധാനവും ശാന്തിയുമൊക്കെ കിട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ ദൈവികമായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടി വരും. കേവലം നമ്മൾ ഒരു ഭൗതികമായ കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഈ പറഞ്ഞ സമാധാനവും സംതൃപ്തിയും ഒന്നും അനുഭവിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ സങ്കീർത്തകനിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന കാര്യം, ദൈവഭക്തൻ്റെ സന്തോഷം, ആ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ അത് നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് സമ്പാദിച്ചു വയ്ക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കറിയാം ഈ മക്കൾക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും ആ സമ്പത്തിലാണോ കിട്ടുന്നത്, അതോ വേറെ വല്ലയിടത്തുമാണോ? ഇതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും സമാധാനവും സംതൃപ്തിയും ആനന്ദവും കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ മറ്റെവിടേക്കോ തിരിയേണ്ടതായിട്ട് വരും. അത് മറ്റൊരിടത്തേക്കുമല്ല, ദൈവത്തെങ്കിലേക്കാണ്. ഇന്ന് യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേരിങ്ങനെ ഈ പൈശാചികമായിട്ടുള്ള രീതികളിലേക്ക് തിരിയുന്നുണ്ട്. ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുതരം ദുർമന്ത്രവാദം. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ തിരിയുന്നത്? കാരണം അവർക്ക് ഈ സമ്പത്തിലൊന്നും യാതൊരു ആനന്ദവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള ജീവിതശൈലിയിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അതുകൊണ്ടത് എവിടെയെങ്കിലും കിട്ടണം. അത് അന്വേഷിച്ച് അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് പകരം പിശാചിലേക്കാണ് തിരിയുന്നത്. അവിടെയും അവർക്ക് കിട്ടുന്നുണ്ടോ? അവിടെയും കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അവരതിന് ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവത്തെങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള സന്തോഷം ആനന്ദമെല്ലാം കിട്ടും എന്നുള്ള വസ്തുത അവർക്ക് മനസ്സിലാകുന്നുമില്ല. കാരണം മറ്റൊന്നല്ല മനസ്സിലാകാത്തത്, അത് മനസ്സിലാകുമ്പോൾ അവരെ തന്നെ ത്യജിക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അങ്ങനെ പോകാനായിട്ട് അവർക്ക് മനസ്സില്ല. അതുകൊണ്ട് തന്നെ അവർ സന്തോഷവും സമാധാനവും തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റിടങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ മക്കൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാവട്ടെ, നീതിനിഷ്ഠമാവട്ടെ, ദൈവരാജ്യത്തിൻ്റെ
പൗരന്മാരായിട്ട് നമുക്ക് തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ സങ്കീർത്തനങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുവല്ലോ. ദൈവഭക്തരായവർ തിന്മയെ വെറുക്കുകയും അതുപോലെ തന്നെ അവരുടെ പിൻതലമുറകളെ എപ്പോഴും നീ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അവരെ നീ സുരക്ഷിതരാക്കുന്നുവല്ലോ. കർത്താവെ, ദൈവഭക്തൻ്റെ ജീവിതം എപ്പോഴും നിന്നോട് ചേർന്നിരിക്കുന്നതായ ആകണമല്ലോ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെ ആയിത്തീരുവാനായിട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ദൈവഭക്തിയുള്ളവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ മക്കളെ മാറ്റണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.